പോയി നോക്കാമെന്ന് പറഞ്ഞാണ് പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കാണുക. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഏറ്റവും പുതിയ വീഡിയോ ആയിരിക്കും ഇത്. ലേറ്റസ്റ്റ് വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും അത്. വലിയ മാറ്റമൊന്നുമില്ല. ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലാവത്തില്ല. നേരത്തെ ഉള്ള വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണല്ലോ ഇത്. നേരത്തെ ഇത് തന്നെ അവസ്ഥ. മഴ കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂട്യൂബിലിടാൻ വീഡിയോ എടുക്കുന്നത്. ഇരുട്ട്. ഇതാരാണ് ഈ റൂമിൽ ലൈറ്റ് ഇട്ടത്? മൊത്തം ഓഫാക്കിയിട്ടാണ് ഗൈസ്, കറണ്ട് ബില്ല് പോകാതിരിക്കാൻ. ആരും വന്നു ഓണായി. കുരുപ്പേ കുരുപ്പേ കുരുപ്പേ. ഉയ്യോ അല്ലടാ, അടി കാണൂടാ. അടിയിലുണ്ടോ? കുരുപ്പാണ് ഇത്. ഓണാ ഇത് വേറെ ആരാണാക്കാൻ? അമ്മച്ചി ഓണാക്കത്തില്ല, കുരുപ്പാണ് ഓണാക്കിയത്. അല്ലെങ്കിൽ ഓണാക്കിയിട്ട് അവൻ പോയി കാണും. അവിടെ ഉണ്ട്. ഇവിടെ ഇരുന്ന് പറഞ്ഞേ വിലക്കും മാറ്റൂ. ഹായ് പറഞ്ഞേ, ഇങ്ങനെ കാണിച്ചു. ഹായ് പറഞ്ഞേ. ഹായ് പറയാച്ചോ. ഹായ് 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 ഇങ്ങനെ കാണിച്ചു പറഞ്ഞേ. അവൻ്റെ ഒരു കാണിച്ചു. നമുക്ക് ഇവിടെ ലൈറ്റ് ഇടാം. ഉപ്പേരി കഴിക്കാം. രാത്രിയായി വരുവാണല്ലോ, അതാണ് ഫാനിട്ടത്. നമ്മുടെ ഇവിടെ ഒരു സ്മാർട്ട് TV ഉണ്ട്. അപ്പോൾ നമുക്കത് വെക്കാം. സ്വിച്ച് ഓൺ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇമ്പോസ്റ്ററാണ് ഗൈസ്. അത് ഓണാക്കുന്ന ബട്ടൺ കാണാൻ പറ്റത്തില്ല, ബ്ലാക്കാണ്. എൻ്റെ മുകളിലുള്ള റെഡ് കളർ സാധനമൊക്കെ മാഞ്ഞു പോയി. അപ്പോൾ അതിലൊന്നും ഒരു പ്രാവശ്യം ഞെക്കിയാൽ മതി. പക്ഷെ ഞാൻ എത്ര പ്രാവശ്യം ഞെക്കുമെന്നറിയാം. 1 2 3 4 5 6 7 1 2 3 4 5 6 7 8 9 10. കണ്ട പെട്ടെന്ന് ഓണാവും. പൂക്ക ഒരു കുറുക്കൻ്റെ പേരാണ് ഗൈസ്.
ഈ ടിവിയുടെ കവറിൽ കൂക്കാന്ന് പറഞ്ഞൊരു കുറുക്കനുണ്ട്. സെറ്റ്. നേരെ റിമോട്ട് എടുക്കാം. യൂട്യൂബിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്താൽ ആയി. സൗണ്ട് ഫുള്ളല്ലേ? കുറച്ച് വെക്കാം. നമുക്ക് ഇച്ചിരി 50 നിർത്താം. സെറ്റ്. കണ്ടു നമ്മുടെ കുഞ്ഞൂസിൻ്റെ കാര്യം എന്താന്ന് കണ്ടിട്ട് വരാം. ബാ ബാ. എൻ്റെ അമ്മ അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇത് നോക്ക്, ആ ഒരു സൈഡിലായിട്ട് ഒത്തിരി വെള്ളം കെട്ടി കിടക്കുന്നുണ്ടാ. കണ്ട, ആ ഒരു സൈഡിൽ ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് വെള്ളമായിട്ട് തോന്നും, പക്ഷെ ഒത്തിരി വെള്ളമുണ്ട്. അത് ഒറിജിനലായിട്ട് ശരിക്കും അത് ഒത്തിരി വെള്ളമുണ്ട്. ആ ശ്രദ്ധിച്ചേ ഇല്ല. നമുക്ക് എന്താണ് ഇപ്പോ എന്താണിത്? നാട്ടാനില്ല കാലം വിദൂരമല്ല. കണ്ടുവോ? ഓർമ്മ വെച്ച കാലം മുതൽ 7 ആനകളാണ് ക്ഷേത്രോത്സവത്തിൽ ഈ ഒരു ദിവസം ഉത്സവത്തിന് ആനകൾ തികഞ്ഞില്ല എന്നതാണ് സത്യം. ഞാനേതായിരുന്നു ഏതൊരു നീലകണ്ഠൻ, പട്ടമങ്കാവ് മണികണ്ഠൻ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രായാധിക്യം മൂലവും പരിപാലനത്തിലെ പിഴവ് മൂലവും വളരെയധികം നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഈ സ്ഥിതി കുറച്ചു വർഷങ്ങൾക്കപ്പുറം ഇവിടെ ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. പുതിയ നാട്ടാനകൾ കേരളത്തിലേക്ക് എത്തിയ ഇവിടെയുള്ള ആനകൾക്ക് ജോലിഭാരം കുറയുകയും മതിയായ വിശ്രമം ലഭിക്കുകയും ചെയ്യും. അതോടെ ആ പഴയ നാട്ടാന പ്രതാപകാലത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. ആനപ്രേമികളുടെയും അയനപ്രേമികളുടെയും പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഓർമ്മവെച്ച കാലം മുതൽ 7 ആനകളാണ് ക്ഷേത്രോത്സവത്തിൽ ഈ ഒരു ദിവസം ഉത്സവത്തിന് ആനകൾ തികഞ്ഞില്ല എന്നതാണ് സത്യം. നാട്ടാനകളുടെ എണ്ണത്തിലെ ഗണ്യമായ കുറവ് ഉത്സവങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രായാധിക്യം മൂലവും എന്താണിത്? ജിയോ മച്ചാൻ്റെ പൊറോട്ട ബീഫ് മന്തി റെസിപ്പിയാണ്. കണ്ടുപോകാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ നമ്മളെ മഴ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം.